ഗംഗ തന്റെ മകനെയും കൂട്ടി അപ്രത്യക്ഷയായതിനു ശേഷം രാജാവ് ശന്തനു ദുഃഖിതനും ഏകാകിയുമായിരുന്നു. എല്ലാ ദിവസവും രാജാവ് ശന്തനു നദീതീരത്തുകൂടി നടന്നു, കാത്തിരുന്നു. ഗംഗ തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിച്ചു. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. പക്ഷേ അവൾ മടങ്ങിവന്നില്ല. ഒരു ദിവസം ഗംഗയുടെ അടുത്തുകൂടി നടക്കുമ്പോൾ നദീതീരത്ത് കളിക്കുന്ന ഒരു സുന്ദരനായ ബാലനെ അദ്ദേഹം കണ്ടു. രാജാവിന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ബന്ധം തോന്നി. അപ്പോൾ നദിയിലെ മൂടൽമഞ്ഞിൽ നിന്ന് ഗംഗ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അവൾ പറഞ്ഞു, "ഓ രാജാവേ, ഇത് അങ്ങയുടെ പുത്രൻ ദേവവ്രതൻ, പരശുരാമനാൽ യുദ്ധമുറകളിൽ പരിശീലിപ്പിക്കപ്പെട്ടവൻ, വസിഷ്ഠമഹർഷിയാൽ ജ്ഞാനം പഠിപ്പിക്കപ്പെട്ടവൻ. ഞാൻ വാക്കു നൽകിയതുപോലെ അവനെ അങ്ങേക്ക് തിരികെ നൽകുന്നു." തന്റെ പ്രിയപുത്രനെ അരികിൽ കിട്ടിയെങ്കിലും രാജാവ് ശന്തനുവിന് പലപ്പോഴും ഹൃദയത്തിൽ ഒരു ശൂന്യത തോന്നി. അദ്ദേഹം ഗംഗയെ മിസ് ചെയ്തു, അവളുടെ സാമീപ്യം, അവളുടെ ശാന്തത. സന്തോഷവാനായ ശന്തനു തന്റെ മകനെ കെട്ടിപ്പിടിച്ച് ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുവന്നു. താമസിയാതെ ദേവവ്രതൻ കുരുവംശത്തിന്റെ അഭിമാനമായി മാറി. ശക്തനും ജ്ഞാനിയും ദയയും എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്നവനും. ഒരു ദിവസം അതിർത്തികളിൽ നിരീക്ഷണം നടത്തുമ്പോൾ അദ്ദേഹം ഒരു അധിനിവേശ സൈന്യത്തെ തോൽപ്പിക്കുകയും അവരുടെ രാജാവിനെ തന്റെ പിതാവിന്റെ മുന്നിൽ തടവുകാരനായി കൊണ്ടുവരികയും ചെയ്തു. അവന്റെ ധീരതയിൽ മതിപ്പു തോന്നിയ ശന്തനു ദേവവ്രതനെ ഹസ്തിനപുരത്തിന്റെ കിരീടാവകാശിയായി പ്രഖ്യാപിച്ചു. ഒരു വസന്തകാലത്ത് ഉച്ചയ്ക്ക് നദീതീരത്തുകൂടി നടക്കുമ്പോൾ ലഹരി പിടിപ്പിക്കുന്ന ഒരു സുഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ആ ഗന്ധത്താൽ ആകർഷിക്കപ്പെട്ട് അദ്ദേഹം ഒരു വള്ളത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. ശന്തനു ചോദിച്ചു, "നീ ആരാണ്?" അവൾ മറുപടി പറഞ്ഞു, "ഞാൻ സത്യവതി, മത്സ്യത്തൊഴിലാളികളുടെ തലവൻ ദശരാജിന്റെ മകൾ." അവളുടെ സൗന്ദര്യം രാജാവിനെ മയക്കി. ശന്തനു ചോദിച്ചു, "സത്യവതി, നിന്റെ സുഗന്ധവും സൗന്ദര്യവും എന്നെ ബന്ധിച്ചിരിക്കുന്നു. നീ എന്നെ വിവാഹം കഴിച്ച് എന്റെ രാജ്ഞിയാകുമോ?" സത്യവതി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, "ഓ രാജാവേ, ഞാൻ സന്തോഷവതിയാകും. പക്ഷേ അന്ന് എന്റെ പിതാവിന്റെ അനുവാദം തേടണം." ആത്മവിശ്വാസത്തോടെ ശന്തനു സത്യവതിയുടെ പിതാവ് ദശരാജുമായി കൂടിക്കാഴ്ച നടത്തി. ശന്തനു ചോദിച്ചു, "ഞാൻ അങ്ങയുടെ മകളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം എനിക്ക് നൽകുക." ദശരാജ് മറുപടി പറഞ്ഞു, "അങ്ങയുടെ ഈ നിർദ്ദേശം ഞങ്ങൾക്ക് ബഹുമാനമാണ്. പക്ഷേ എനിക്കൊരാശങ്കയുണ്ട്. അങ്ങയുടെ മകൻ ദേവവ്രതൻ അങ്ങയ്ക്ക് ശേഷം രാജാവാകും. എന്റെ മകൾക്ക് അങ്ങയുടെ പുത്രന്മാരുണ്ടായാൽ അവർക്ക് സിംഹാസനത്തിൽ അവകാശമുണ്ടായിരിക്കില്ല. അങ്ങയ്ക്ക് ശേഷം അവളുടെ മകനാണ് ഹസ്തിനപുരം ഭരിക്കുമെന്ന് അങ്ങ് വാക്ക് നൽകുകയാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ സമ്മതിക്കും." ശന്തനു ചോദിച്ചു, "അത് എനിക്ക് വാക്ക് നൽകാൻ കഴിയില്ല. ദേവവ്രതനാണ് യഥാർത്ഥ അവകാശി." ഹൃദയം തകർന്ന് രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി. നിശബ്ദനായി ദൂരെ ചിന്തകളിൽ മുഴുകി. ദിവസങ്ങൾ കടന്നുപോയി. രാജകുമാരൻ തന്റെ പിതാവിന്റെ ദുഃഖം ശ്രദ്ധിച്ചു. ദേവവ്രതൻ ചോദിച്ചു, "പിതാവേ, ദുഃഖമെന്തിനാണ് അങ്ങയുടെ മുഖത്ത് നിഴലേക്കുന്നത്? എന്നോട് പറയൂ, ഞാനത് ശരിയാക്കാം." രാജാവ് പറഞ്ഞു, "നമ്മുടെ രാജ്യത്തെക്കുറിച്ച് എനിക്ക് ഭയമുണ്ട്. നമുക്ക് അവകാശികൾ വേണം, നമുക്ക് ശക്തി വേണം. പക്ഷേ വിധി എന്റെ വഴിയിൽ നിൽക്കുന്നു." കൂടുതലെന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി ദേവവ്രതൻ കൊട്ടാരത്തിലെ അംഗങ്ങളോട് ചോദിച്ചു, രാജകീയ തേരാളി സത്യം വെളിപ്പെടുത്തുന്നതുവരെ. ഒരു മടിയും കൂടാതെ ദേവവ്രതൻ മത്സ്യത്തൊഴിലാളിയുടെ കുടിലിലേക്ക് കുതിച്ചു. ദേവവ്രതൻ ചോദിച്ചു, "ഞാൻ ദേവവ്രതൻ, ശന്തനുവിന്റെ പുത്രൻ. അങ്ങ് എന്റെ പിതാവിന്റെ അഭ്യർത്ഥന നിഷേധിച്ചുവെന്ന് ഞാൻ കേട്ടു. ഞാൻ എന്തു ചെയ്യണമെന്ന് എന്നോട് പറയൂ." ദശരാജ്, "അങ്ങ് ഉന്നതനാണ്. പക്ഷേ അങ്ങ് സത്യവതിയെ വിവാഹം ചെയ്താൽ എന്റെ പേരക്കുട്ടികൾ ഒരിക്കലും ഭരിക്കില്ല. അങ്ങ് കിരീടാവകാശിയാണ്." ദേവവ്രതൻ ശാന്തമായി പറഞ്ഞു, "എന്നാൽ എന്റെ പ്രതിജ്ഞ കേൾക്കുക. ദേവന്മാർക്കും നദികൾക്കും മുന്നിൽ ഞാൻ ദേവവ്രതൻ ഹസ്തിനപുരത്തിന്റെ സിംഹാസനം ഉപേക്ഷിക്കുന്നു. ഞാൻ ഒരിക്കലും രാജാവാകുകയില്ല. സത്യവതിയുടെ പുത്രന്മാർ എന്റെ പിതാവിനു ശേഷം ഭരിക്കും." ദശരാജ് പറഞ്ഞു, "പക്ഷേ അങ്ങയുടെ സ്വന്തം പുത്രന്മാരുണ്ടായാൽ അവർ ഒരു ദിവസം അവരുടെ അവകാശം ഉന്നയിക്കും." ദേവവ്രതൻ കൈയുയർത്തിക്കൊണ്ടു പറഞ്ഞു, "എന്നാൽ എന്റെ രണ്ടാമത്തെ പ്രതിജ്ഞ കേൾക്കുക. ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല. ഞാൻ ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായിരിക്കും. എനിക്കൊരു കുട്ടിയും ജനിക്കുകയില്ല." ആകാശം ഇടിമുഴക്കി. ആകാശത്ത് നിന്ന് പൂക്കൾ വർഷിച്ചു. ദേവന്മാർ തന്നെ അവന്റെ പേര് പ്രഖ്യാപിച്ചു. ഭീഷ്മൻ, ഭയങ്കരമായ പവിത്രമായ പ്രതിജ്ഞയെടുത്തവൻ. ഭീഷ്മൻ സത്യവതിയെ ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുവന്നു. തന്റെ മകന്റെ ത്യാഗത്തെക്കുറിച്ച് ശന്തനു അറിഞ്ഞപ്പോൾ അവന്റെ ഹൃദയം വേദനിച്ചു, അഭിമാനത്താലും ദുഃഖത്താലും. ശന്തനു കണ്ണുനീരോടെ പറഞ്ഞു,
എന്റെ മകനെ, നിന്റെ പ്രതിജ്ഞ എന്റെ ആത്മാവിനെ തുളച്ചുകയറി. നിന്റെ ത്യാഗത്തിന് ഞാൻ നിനക്കൊരു വരം നൽകുന്നു. നീ സ്വയം തിരഞ്ഞെടുക്കാതെ മരണം നിന്നെ അവകാശപ്പെടില്ല. അങ്ങനെ ദേവവ്രതൻ ഭീഷ്മനായി മാറി. നിത്യയോദ്ധാവ്, അജയ്യമായ അമരത്വത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, കടമകളാൽ ബന്ധിക്കപ്പെട്ടവൻ, എന്നെന്നും ഓർമ്മിക്കപ്പെടുന്നവൻ.